ഹായ് എവറിബഡി. ഈ അടുത്ത കാലത്ത് നാട്ടിൽ നിന്ന് കേട്ട ഒരു കമന്റ്, ഓൾഡ് ഏജ് ഹോമിലേക്കാണെങ്കിൽ അയ്യോ ഇല്ല കേട്ടോ, ഹോസ്പിറ്റൽ നേഴ്സിങ്ങിനാണെ വരാം എന്നുള്ളൊരു പിന്നെ ഒരു ആറ്റിറ്റ്യൂഡ് ചെറുപ്പക്കാരുടെ നിന്ന് കേൾക്കാനിടയായി. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതായത് ഓൾഡ് ഏജ് ഹോമിലെ ജോലി എന്ന് പറയുമ്പോൾ എന്തോ ലോ സ്റ്റാൻഡേർഡ് ജോലിയാണ്, ഹോസ്പിറ്റലിലെ ജോലി എന്ന് പറയുമ്പോൾ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ജോലി. ജോലിയെക്കുറിച്ച് നമ്മൾ കാണുന്ന ഒരു രീതിയുടെ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇന്നൊരു ഓൾഡ് ഏജ് ഹോമിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. ഞാൻ ഫാദർ അഗസ്റ്റിൻ. കഴിഞ്ഞ 17 വർഷമായി ജർമ്മനിയിലുള്ള ഒരു കാത്തലിക് രൂപതയിൽ വികാരിയായിട്ട് ജോലി ചെയ്യുന്നു. ഇവിടുത്തെ ഒരു ഹോസ്പിറ്റൽ ശൃംഖലയുടെ അസോസിയേഷനായ കാരിത്താസിന്റെ ഒരു ചെറിയ ചാർജ് കൂടിയുണ്ട്. 2-3 ഓൾഡ് ഏജ് ഹോംസിന്റെ ഇൻചാർജാണ്. അപ്പം അതുകൊണ്ട് ഈ മേഖലയിൽ അത്യാവശ്യം പരിചയമൊക്കെ ഉണ്ട്. ആ ഒരു ധൈര്യം വെച്ച് നമ്മൾ ഇന്ന് ഓൾഡ് ഏജ് ഹോമിന്റെ സിസ്റ്റത്തെ കുറിച്ചൊന്ന് പഠിക്കാൻ പോവാണ്. ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് മാറ്റിയെടുക്കാനായിട്ട് നമുക്കിന്ന് അങ്ങനെയാണെങ്കിൽ ഒരു സീനിയർ സിറ്റിസൺസ് ഹോമിലേക്ക് ഒന്ന് നോക്കിയാലോ? അതൊന്ന് വിസിറ്റ് ചെയ്ത് കാര്യങ്ങളെ കുറച്ചുകൂടെ വിശദമായിട്ടൊന്ന് പഠിക്കാം. ലെറ്റ്സ് ഗോ ഇൻസൈഡ്. Sie sind der Herr Sven Vinzenz. Genau. Also ich bin Pfarrer Augustin. Sie können uns ganz kurz erklären, wo wir uns jetzt befinden. In welchem Haus und was ist dann für ein Haus? Ja, wir sind jetzt aktuell im Bischof-Scheler-Haus. Das ist ein neues Haus. Wir haben 2021 eröffnet hier in Würzburg. Und hier leben aktuell 54 Bewohner und wir haben Platz für 77 Bewohner. Und genau, die pflegebedürftigen Menschen, die bei uns leben, die haben ganz viele unterschiedliche Einschränkungen körperlicher Art, teilweise auch mal psychischer Art. Meistens ist das miteinander auch verkoppelt. Und wir sind dafür da, dass wir diesen Menschen in Würzburg noch einen schönen Lebensabend machen können. Das heißt, wir sorgen dafür, dass sie gut versorgt sind, dass die Defizite ausgeglichen werden und sie sich wohlfühlen. ഈ ഹൗസിൻ്റെ ഡയറക്ടറായ മിസ്റ്റർ വിൻസെൻ്റ് നമ്മളോട് പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് 54 പേഷ്യൻസ് ഉണ്ട്. അത് പിന്നെ സൈക്കോളജിക്കൽ പ്രശ്നമുള്ളവരുണ്ട്, പ്രായമായി തീരെ വയ്യാത്തവരുണ്ട്, പിന്നെ അവരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരുമുണ്ട്. അപ്പം അങ്ങനെ വലിയൊരു ഹൗസാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഏറ്റവും നല്ല രീതിയിൽ അവരിവിടെ താമസിച്ച് അവരുടെ ജീവിതത്തിൻ്റെ സായാഹ്നം ചെലവഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ചെറിയ ചുരുക്കം. ഈ ഹൗസിൻ്റെ ഇൻചാർജായിട്ടുള്ള ഒരു സഹോദരിയാണ് ഹൗസിൻ്റെ എല്ലാ ഫെസിലിറ്റീസും കാണിച്ചു തരുന്നത്. അത്യാവശ്യം ശാന്തമായിരുന്ന് പ്രാർത്ഥിക്കാനും പ്രെയർ സർവീസ് നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. കോറിഡോർ സുന്ദരമായി ചെയ്തിരിക്കുന്നു. ഇവിടെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാൻ പറ്റിയ റൂം എല്ലാ സൗകര്യങ്ങളോടും കൂടി ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. കളറും ഒക്കെ നന്നായിട്ട് പാസ് ചെയ്യുന്ന രീതിയിലാണ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഫ്ലോറിലും ഇതുപോലെ വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള അടുക്കളയും അതിനുള്ള സൗകര്യങ്ങളുണ്ടാവും. ഇവിടെ കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്കിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള റെഫക്ടറി, എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, അത്യാവശ്യം വന്നാലൊന്ന് കിടക്കേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ എല്ലാം ചേർത്താണ് ഒരുക്കിയിരിക്കുന്നത്. Ja, das freut mich. Ne? Genau. Aber gut gepflegt sind Sie ja auch, ne? Ja, man muss ja etwas tun. Ja, das stimmt. Ja. Man kann sich ja nicht gehen lassen. Ja, das stimmt. Ja. Denn wenn man sich gehen lässt, dann verfault man. ഏതാനും വർഷങ്ങളായി ഈ ഹൗസിൽ താമസിക്കുന്ന ഒരു അടിപൊളി അമ്മച്ചിയാണ്. അമ്മച്ചി ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയായിരുന്നു. ഇവിടെ അവരുടെ ശുശ്രൂഷ, അവരുടെ ഭക്ഷണം, അതുപോലെ തന്നെ വീട്ടുവിശേഷങ്ങൾ, അങ്ങനെയൊക്കെ സന്തോഷത്തോടു കൂടി അവർ ഷെയർ ചെയ്യുന്നത് എന്നെ ഒത്തിരി അങ്ങ് ആകർഷിച്ചു. വളരെ സ്പേഷ്യസ് ആയിട്ട് മൊഡേൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സ്,
അവർക്ക് ഇരിക്കാനോ ഇരുന്നതിന് ശേഷം എഴുന്നേക്കാൻ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള ലിഫ്റ്റ് എല്ലാം ചേർത്ത് നല്ല വെൽ ഫർണിഷ്ഡ്. ഇവിടുത്തെ അന്തേവാസികൾക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പുറത്തു പോകാനും തിരിച്ചു വരാനും അവരെ അതുപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. നടക്കാൻ വയ്യാത്തവർക്ക് വീൽ ചെയർ സൗകര്യങ്ങൾ, അവർക്ക് സുഗമമായി സഞ്ചരിക്കാൻ ആവശ്യമുള്ള രീതിയിലാണ് ഇവിടുത്തെ ഡോർസൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, സെൻസറുകളൊക്കെ ആയിട്ട്. പിന്നെ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതിൻ്റെ ചുറ്റുവട്ടവും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പുറത്തു പോയിരിക്കാനും ഒരു പുസ്തകം വായിക്കാനും അത്യാവശ്യം ആൾക്കാരോട് സംസാരിക്കാനും എല്ലാ രീതിയിലും വെൽ ഫർണിഷ്ഡ് ആണ് ഈ ഹൗസ്, ഹൈലി മോഡേൺ. ജർമ്മനിയിലെ ഓൾഡ് ഏജ് ഹോംസ് അതുപോലെ തന്നെ ഹോസ്പിറ്റൽസൊക്കെ വർക്ക് ചെയ്യുന്നത് വളരെ കൃത്യമായ, വളരെ സ്ട്രിക്റ്റായ നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ്. അത് യൂറോപ്യൻ യൂണിയൻ്റെ നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ജർമ്മനിയുടെ നിയമങ്ങളുണ്ട്. ഈ സീനിയർ ഹോംസൊക്കെ കൃത്യമായി ഇൻ്റർവെല്ലിൽ അവർ വന്ന് ചെക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ വന്ന് വളരെ കൃത്യമായ പരീക്ഷണങ്ങളും അതിൻ്റെ എക്സാമിനേഷൻസും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് എല്ലാ നിയമങ്ങളും പാലിച്ച് വളരെ സ്ട്രിക്റ്റായിട്ട് മാത്രമേ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായ അവധിയും അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സാലറിയും, അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇവിടുത്തെ സീനിയർ ഹോംസ് ഫോളോ അപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉള്ള ചാരിറ്റി ഹോംസുമായിട്ട് ഒരു തരത്തിലും ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്ത് ജർമ്മനിയിലേക്ക് വരാൻ താല്പര്യമുള്ള യൂത്ത്, പ്രത്യേകിച്ചും സീനിയർ ഹോംസ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള യൂത്ത് ഒരു കാരണവശാലും യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ വേണ്ടി പഠിക്കുന്ന അതേ നേഴ്സിംഗ് തന്നെയാണ് ഇവിടെ പഠിക്കുന്ന 3.5 വർഷത്തെ കോഴ്സും. അപ്പോൾ ആ എല്ലാ ആനുകൂല്യങ്ങളോടും കൂടി തന്നെയാണ് ഓൾഡ് ഏജ് ഹോമിലെ നമ്മുടെ ഇവിടുത്തെ കോഴ്സുകളും കൈകാര്യം ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ടെൻഷനും വേണ്ട. ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നത് എന്തോ താഴേക്കിടയിലുള്ളതാണെന്നുള്ള ചിന്ത ഒരു കാരണവശാലും വേണ്ട. അങ്ങനെ അല്ല. ഇവിടുത്തെ ഹോസ്പിറ്റൽസും ഓൾഡ് ഏജ് ഹോംസും ഒക്കെ ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ എനിക്ക് പറയാനുള്ളത്, വളരെ അത്യാവശ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോലി രണ്ട് തരത്തിലാണ്. ഹോസ്പിറ്റലിൽ അതിൻ്റെതായ ഒരുപാട് ടെൻഷൻസും അതിൻ്റേതായ ഒരുപാട് ഡോക്യുമെൻറ്റേഷനും ഒക്കെ ഉണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ള പേഷ്യൻസ് ഉണ്ട്, അവരോട് നമുക്കൊരു നല്ല അടുപ്പമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിന്നെ എവിടെയാണെങ്കിലും, ഹോസ്പിറ്റലാണെങ്കിലും ഓൾഡ് ഏജ് ഹോമിലാണെങ്കിലും കട്ടിപ്പണിയെടുത്തേ പറ്റുള്ളൂ. അത് ഇവിടുത്തെ സിസ്റ്റമാണ്. ഇഷ്ടംപോലെ കാശ് കൈ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മുടെ യൂത്തന്മാരൊക്കെ പറയല്ലേ, പട്ടിപ്പണിയെടുത്തേ പറ്റുള്ളൂ. അത് ആ കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.